മറ്റൊരു ഉലുൽ അസ്മാണ് സയ്യിദുനാ മൂസ. എല്ലാം കൂടെ വിശദീകരിക്കാൻ നേരല്ല, കുറെ കാര്യത്തിലേക്ക് ഇറങ്ങാണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ വേണ്ടി അസ്രായീൽ ഇനി തിരിച്ച് കേട്ടോളൂ. ഒരു രാജാവിന്റെ കുതിരയുടെ ജീനി പിടിച്ചു നിർത്തി. എങ്ങനെയാ നിനക്ക് ധൈര്യം വന്നോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു രാജാവ്, ഞാന് മലക്കുൽ മൗത്താണ്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്കതിന് അധികാരമുണ്ട്. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു സയ്യിദുനാ മൂസ. കൊടുത്തൊന്ന് ആര്? അസ്രായേൽ, സയ്യിദുനാ അസ്രായേൽ. കാസിമിക്ക് ഇന്ന് പിച്ചും പേയും പറയാണ്ട് വിചാരിക്കണ്ട. സ്വഹീഹുൽ ബുഖാരി ആദ്യം കൊണ്ട് കൊടുത്തു. ഐനൈഹി, 2 കണ്ണുകൂട്ടി ആദ്യം അത് കൊടുത്തു. ഫറജഅ അസ്രായീൽ, അടി കിട്ടിയപ്പോൾ അസ്രായീൽ ഇലാ ഹദറത്തി റബ്ബി, റബ്ബിന്റെ ഹദറത്തിലേക്ക് മടങ്ങി. എന്നിട്ട് അസ്രായീൽ പറഞ്ഞു, അർസൽതനീ ഇലാ മൻ യുരീദുൽ മൗത, മരിക്കാൻ പൂതിയില്ലാത്ത ഒരാളടുത്തേക്കാണല്ലോ നീ എന്നെ അയച്ചത്. ആരോട് പറഞ്ഞു? അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, മരിക്കാനൊക്കെ അയാൾക്ക് പൂതിയുണ്ട്, പക്ഷെ രാജപ്പോട് പെരുമാറണം. എന്റെ മൂസയാണ്, ഒരടിക്കൊരുക്കെ ബുദ്ധിയെ കൊന്ന ആളാണ്. നിനക്കറിയോ എന്റെ മൂസക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ നല്ല അദബിൽ പോയി സലാം പറഞ്ഞ് ഇവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് അള്ളാന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇവിടേക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാണ് റൂഹിനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മടങ്ങി വന്നു സയ്യിദുനാ അസ്രായീൽ. എന്നിട്ട് പറഞ്ഞു, ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാളക്കൂറ്റന്റെ പുറത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം ഉൾപ്പെടുമോ അത്രയും കൊല്ലം ആയുസ് തരാമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അദബ് കേട് കാട്ടിയതിന് പ്രായശ്ചിത്തമായി അത്രയും കൊല്ലം ഭൂമിയിൽ തരാമെന്ന് അല്ലാഹ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ മരിക്കണല്ലോ, അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അതാണ് ചോദിക്കേണ്ടത്, പിന്നെന്താ വേണ്ടത്? ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ. എനിക്ക് ഖർരിബിനി ഇലൽ ഖുദ്സി, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് മരിക്കണമെന്നാണ് എന്റെ കൊതി. അതാണ് എന്റെ ആവശ്യം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ എന്റെ റൂഹിനെ പിടിച്ച് എന്റെ ആവശ്യം നടക്കില്ല. അതുകൊണ്ട് എന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു മഹാനായ സയ്യിദുനാ മൂസ. അവിടെ വെച്ച് റൂഹിനെ പിടിച്ചു. എന്നല്ല, ബൈത്തുൽ മഖ്ദസിലേക്ക്, ഖുദ്സിന്റെ താഴ്വരയിലേക്ക് മൂസ നബി എത്തിയപ്പോഴുണ്ട് കുറെ ആളുകൾ നിന്ന് ഖബറുകളെ കൊണ്ടു. അപ്പോൾ മനസ്സിലായി ഈ ഖബറുകളൊക്കെ ആളുകള് മലക്കുകളാണ്. നേരെ ചെന്നിട്ട് മൂസ നബി അവരോട് ചോദിച്ചു, ആർക്ക് വേണ്ടി ആ ഖബറുകളൊക്കെ ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞില്ല, റജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി ഇലാ ലിറജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി. റബ്ബ് വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഖബർ കളക്കുന്നത് എന്ന് പറഞ്ഞു മലക്കുകൾ. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖബറിന്റെ അടിയിലൊന്ന് ഇറങ്ങിക്കിടന്ന് നോക്കൂ എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖബറിന്റെ അരികിൽ ഇറങ്ങിക്കിടന്നു. നോക്കുമ്പോൾ മനോഹരമായ അത്ഭുതങ്ങൾ ഖബറിന്റെ അടിയിൽ മഹാനായ മൂസ നബി കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് മൂസ നബിയുടെ റൂഹിനെ പിടിക്കുകയും എല്ലാവിധ മറ്റു കാര്യങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ തക്ഫീന്, തഗ്ഫീല്, തക്ഫീന്, ഹനൂത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മലക്കുകളാണ്. ആരുടെ? മൂസ നബിയുടെ നേരെ എതിരാളി. ആരാ നേരെ എതിരാളി? ഫിർഔൻ. എങ്ങനെയാ ചത്തത്? ചെങ്കടലിൽ മുങ്ങിച്ചത്തപ്പോൾ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൂസയെ കൊണ്ട് വിശ്വസിച്ചു. ഈ മൂസ നബിയെ നേരത്തെ എന്ത് പറഞ്ഞോനാ? അമാന ഖൈറുൻ, ഞാനാണോ യോഗ്യൻ? ഇതോ ഈ നീച്ചനാണോ യോഗ്യൻ?
മഹാനായ സയ്യിദ്നാ മൂസ മിൻ ഹാദല്ലദി അമന ഖൈറുൻ മിൻ ഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ ഫലൗലാ അലൈഹി ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബ് ഔ ജാഅ മഅഹുൽ മലായികതു മുഖ്തരിനീൻ. ഞാനാണോ യോഗ്യൻ? അതല്ല. ഞാനാണോ യോഗ്യൻ? അതല്ല. ഈ നീചനാണോ യോഗ്യൻ എന്ന് ചോദിച്ച ആളാണ്. ആരെ കുറിച്ച്? മൂസ നബിയെ കുറിച്ച് ചോദിച്ചു. ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്ക്. പിന്നെ അവൻ മൂസ നബിയോട് പറഞ്ഞു, മൂസ, ആരാ നിന്റെ പടച്ചോൻ? അപ്പോൾ പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ്. ഫിർഔൻ പറഞ്ഞു, എന്നാലും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും നിന്റെ പടച്ചവനേക്കാൾ വലിയവൻ ഞാനാ. എന്തുകൊണ്ട്? മഴ പെയ്താ പോരാ, മഴ ഭൂമിയിലെത്തിയാൽ ഭൂമി കൊടുക്കണ്ടേ? ഭൂമിയുടെ അധികാരി ഇപ്പോൾ ഞാനാ. ഈ കാണുന്ന ഭൂമിയിലേക്ക് വെള്ളം വീഴണോ വീഴണ്ടെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാ. വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ പുഴകൾ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അത്രയും വലിയവന. അങ്ങനെയുള്ള മൂസ നബിയെ നീചനെന്ന് പറഞ്ഞ ഫിർഔൻ ഉറക്കപ്പറ. മാത്രമല്ല, വെള്ളം പോലും, ഈ പുഴ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ ചെങ്കടലിലെ വെള്ളത്തിൽ കിടന്ന് മരിച്ചുപോയി ഫിർഔൻ ലഅനത്തുല്ലാഹി. ചെങ്കടലിൽ നിന്ന് ചാവുമ്പോ നേരത്തെ ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എതിരാളി ആരാ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് രസകരമായ മരണത്തിലേക്ക് വരാനുണ്ട്. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എതിരാളി ആരാ? ഖാറൂൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ ഇദ ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. സൂറത്തുൽ ഖസസ് 76, 77, 78, 79, 80, 81, 82, 83 ആയത്തുകൾ സൂറത്തുൽ ഖസസ്. എന്തായിരുന്നു ഖാറൂൻ? ഒന്നുമില്ല. ഖാറൂൻ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖാറൂൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മകനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യന്റെ മകനായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബി തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത ഒന്നുമില്ലാത്ത ദരിദ്രനായിരുന്നു. അവസാനം മൂസാ നബി ദുആ ചെയ്ത ഒരു ആടിനെ കൊടുത്തതാ. ആ ആടങ്ങോട്ട് പെറ്റ് പെരുകി നാടിലെ സമ്പത്ത് മുഴുവനും ആരുടേതായി? ഖാറൂന്റേതായി. വലിയ മുതലാളിയായി. അവസാനം ശ്രദ്ധിക്കണേ, അങ്ങോട്ട് ശ്രദ്ധിക്കണേ. അവസാനം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മഹാനായ സയ്യിദ്നാ മൂസ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു ഖാറൂനിനോട്. അവസാനം ഖാറൂൻ പറഞ്ഞ മുതലൊന്ന് എണ്ണി കണക്കാക്കട്ടെ, എന്നോട് കൊടുക്കാന്ന് പറഞ്ഞു.
അങ്ങനെ എണ്ണി കണക്കാക്കി ആ അളവും പറഞ്ഞു കൊടുത്തു. ഇത്തരം സക്കാത്ത് കൊടുക്കണം അളവൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ മൂസാ നബിയും ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയും തമ്മില് കണക്കൊക്കെ ക്ലിയറാക്കി ഇത്ര സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ കണക്കാക്കി. എന്നിട്ടോ ലാകിൻ ഖാറൂൻ ധനം മുഴുവൻ എണ്ണി കണക്കാക്കി നോക്കുമ്പോ ഖാറൂന് തോന്നി ഇത്രയേറെ മുതലിന് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ധനത്തിന്റെ നല്ലൊരു ഭാഗം പോകുമെന്ന് മനസ്സിലാക്കി ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അവസാനം എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു. പിറ്റേന്ന് മൂസാ നബി ഇസ്രായേലികളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഖാറൂൻ എണീറ്റെന്ന് മനസ്സിലായില്ല. സക്കാത്തിന്റെ അളവൊക്കെ കൃത്യമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. പിന്നെന്തുണ്ടായി? മൂസാ നബി ജനതയിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, ആ വ്യഭിചാരത്തിന്റെ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ മൂസാ അലൈഹിസ്സലാം. മൂസാ നബി വ്യഭിചാരത്തിന്റെ ശിക്ഷ, റജ്മ്, എറിഞ്ഞു കൊല്ലേണ്ട കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, യാ മൂസ മൻ സനാ യുർജം ഇദാ കാന മുതസവ്വിജ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നല്ലേ നിയമം. ഫഖാല മൂസ, അത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാറൂനോട് പറയും, നഅം നഅം, അതെ, നഅം ഹാദാ ശറഉല്ലാഹി, ഇത് അല്ലാഹുവിന്റെ ശറഅാണ് എന്ന് പറഞ്ഞു. ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് വ്യഭിചാരത്തിന്റെ ശിക്ഷ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിന് എറിഞ്ഞു കൊല്ലലാണ് നിയമം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. അപ്പോൾ ഖാറൂൻ ചോദിച്ചു, ലൗ കുന്ത അന്തയാ മൂസാ, മൂസാ നീയാണെങ്കിലോ, ഈ വ്യഭിചാരിച്ച ആള് നീയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലൗകാന അന, ഈ ജാനി ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫഖറജത് ഇംറാത്തുൻ മിൻ ബൈനിൽ മജ്ലിസി, സദസ്സിന്റെ നടുവിന് ഒരു പെണ്ണിനെ എണീപ്പിച്ചു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി, എണീപ്പിച്ചു. വലിയ ബൈളാഉ നഖിയത്തുൽ ബശരി, സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ്, നേരെ ഇംറാത്തുൽ ജമാൽ, സൗന്ദര്യധാമമായ ഒരു പെണ്ണിങ്ങനെ എണീറ്റേ സദസ്സിന്റെ നടുവിലൂടെ നടന്ന് മൂസാ നബിയുടെ അരികിലേക്ക് വന്നു. അപ്പോൾ മൂസാ നബിയെ ഖാറൂൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഈ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പെണ്ണിനെ നീ വ്യഭിചരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ വിവാഹിതനാണല്ലോ, എറിഞ്ഞു കൊല്ലേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ നിന്റെ മേലാണ്, നിന്നെയാണ് എറിഞ്ഞു കൊല്ലേണ്ടത് എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസാ നബിയോട് ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ സദസ്സിന്റെ നടുവിലൂടെ കയറി വന്ന ആ പെണ്ണിന്റെ നേർക്ക് നോക്കി, അഖ്സംതു ബില്ലാഹില്ലദീ അൻസല തൗറാത്ത് ഇറക്കിയ റബ്ബിനെ സത്യമാക്കി പറയുകയാണ്, ഹൽ ഫഅൽതു ബിക മാ യദ്ദഈ ഹൗലായി, ഈ ജനങ്ങൾ വാദിക്കുന്ന പ്രകാരമുള്ള വല്ല അബദ്ധവും നിന്റെ മേൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസാ. ഇല്ല യാ നബി അല്ലാഹ്, ലഖദ് കദബു, അവരെ കളവ് പറയുകയാണ്. അവരെനിക്ക് ഒരുപാട് റിശ്വത്ത് നൽകിയിട്ടുണ്ട്. റിശ്വത്ത് എന്നാൽ കൈക്കൂലി. നിനക്കെതിരെ ഈ ബാത്തില് വാദിക്കാൻ വേണ്ടി അനവധി പൈസ കൈക്കൂലിയായി എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ പെണ്ണ്. മനസ്സിലായില്ലേ മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅജ്ജത്ത്. ഉടനെ ഫഖാല മൂസാ, ഉടനെ മൂസാ നബി പറഞ്ഞു, യാ അർളു ഹുദി, ഇനി ഇവനവിടെ വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്, യാ അർളു ഹുദി, ഇനി നീ പിടിച്ചോളൂ എന്ന് പറഞ്ഞു, കൽപ്പിച്ചു. ആരോട്? പറ
യാ ലുഹ്രി യാ അർലുഹ്രി, നീ പിടിച്ചോന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഭൂമിയോട് പറഞ്ഞു, നീ പിടിച്ചേക്കാൻ. ഫിർഔനും കാറൂന് പിന്തുണയോടുകൂടെ സദസ്സിൽ ബഹളം വെച്ച ആളുകളും ഒന്നടങ്കം ഭൂമിയിലേക്ക് കണ്ടു. ഒരഭിപ്രായം അന്ന് രാത്രി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ, ശ്രദ്ധിക്കുക, മൂസ നബിയുടെ മേൽ വ്യഭിചാരം ആരോപിച്ച അന്ന് രാത്രി അവന്റെ കൊട്ടാരത്തിൽ അവൻ ഉല്ലസിക്കുന്ന സമയത്ത് ആ കൊട്ടാരവും അവനും അടക്കം നേരെ ഭൂമിയിലേക്ക് പോയി എന്നാവുന്നു. ഏതായാലും ഈ ഭൂമിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും സദാസമയവും ഒരു സെക്കൻഡ്, ഓരോ സമയത്തും നിമിഷത്തിലും ഭൂമി തന്റെ അടിയിലേക്ക് കാറൂനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ എന്ന് ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം.